വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും അതിപ്രധാനമാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവർ ആരെല്ലാം എന്നതാണ്. ഏവർക്കും ബ്ലൂടിക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിൻ്റെ യുവനേതാവും കരുനാഗപ്പള്ളി നിലവിലെ MLAയുമായിട്ടുള്ള CR മഹേഷ് തന്നെ വീണ്ടും കരുനാഗപ്പള്ളിയിൽ മത്സരിക്കും. അടുത്തത് തവന്നൂരിൽ ആലിപ്പട്ട് ജമീല, കോൺഗ്രസിൻ്റെ വനിതാമുഖം KPCC അംഗവുമായിട്ടുള്ള ആലിപ്പട്ട് ജമീല തവന്നൂരിൽ മത്സരിക്കും. അടുത്തത് ചെങ്ങന്നൂരിൽ കോൺഗ്രസിൻ്റെ യുവനേതാവും സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള റിജിൽ മാങ്കുട്ടി മത്സരിക്കും. അടുത്തത് അരുവിക്കരയിൽ KS ശബരിനാഥ് മത്സരിക്കും. അടുത്തത് വൈപ്പിനിൽ KSU വനിതാമുഖം യുവനേതാവുമായിട്ടുള്ള ആൻ സെബാസ്റ്റ്യൻ മത്സരിക്കും. അടുത്തത് വട്ടിയൂർക്കാവിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള K മുരളീധരൻ മത്സരിക്കും. അടുത്തത് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അടുത്തത് ഏലത്തൂരിൽ KM അഭിജിത്ത്, കോൺഗ്രസിൻ്റെ യുവനേതാവായിട്ടുള്ള KM അഭിജിത്ത് മത്സരിക്കും. അടുത്തത് ആറ്റിങ്ങലിൽ കോൺഗ്രസിൻ്റെ വനിതാമുഖം ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിന് വേണ്ടി ശക്തമായി പോരാടുന്ന സോയ ജോസഫ് ആറ്റിങ്ങലിൽ മത്സരിക്കും. അടുത്തത് കൽപ്പറ്റ, കോൺഗ്രസിൻ്റെ യുവനേതാവായിട്ടുള്ള കൽപ്പറ്റയിൽ T സിദ്ദിഖാണ് വീണ്ടും അവിടെ മത്സരിക്കുന്നത്. അടുത്തത് ഇരിക്കൂറിൽ സജീവ് ജോസഫാണ് മത്സരിക്കാൻ സാധ്യതയുള്ളത്. അടുത്തത് ചേലക്കരയിൽ കോൺഗ്രസിൻ്റെ വനിതാമുഖവും യുവനേതാവുമായിട്ടുള്ള രമ്യ ഹരിദാസാണ് ചേലക്കരയിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത്. അടുത്തത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും വനിതാമുഖങ്ങളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ബിന്ദു കൃഷ്ണയാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത്. അടുത്തത് കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ അടുത്ത സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യതയുള്ള ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അബിൻ വർക്കിയാണ് കോട്ടയം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അടുത്തത് കുണ്ടറയിൽ കോൺഗ്രസിൻ്റെ യുവനേതാവും AICC അംഗവുമായിട്ടുള്ള PC വിഷ്ണുനാഥാണ് കുണ്ടറ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത്. അടുത്തത് വണ്ടൂരിൽ മലപ്പുറം ജില്ലാ DCC അധ്യക്ഷനായിട്ടുള്ള VS ജോയിയാണ് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ളത്. അടുത്തത് പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആയിരിക്കും പറവൂരിൽ വീണ്ടും മത്സരിക്കുക. അടുത്തത് ആലപ്പുഴയിൽ ഈ കോൺഗ്രസിൻ്റെ വനിതാമുഖങ്ങളിൽ ഏറ്റവും പ്രധാനിയും അതുപോലെ തന്നെ മുതിർന്ന നേതാവുമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനായിരിക്കും ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്നത്. അടുത്തത് പേരാവൂരിൽ ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നത് KPCC പ്രസിഡന്റ് അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് ആയിരിക്കും. അതുപോലെ തന്നെ തിരുവല്ലയിൽ K ശിവദാസൻ നായർ, മൂവാറ്റുപുഴയിൽ കോൺഗ്രസിൻ്റെ യുവനേതാവ് മാത്യു കുഴൽനാടൻ, ആറന്മുളയിൽ കോൺഗ്രസിൻ്റെ വനിതാമുഖം അരിത ബാബു, കാഞ്ഞങ്ങാട് ബാലകൃഷ്ണൻ പെരിയ, പാലക്കാട് കോൺഗ്രസിൻ്റെ യുവനേതാവ് VT ബൽറാം, ഒറ്റപ്പാലത്ത് കോൺഗ്രസിൻ്റെ യുവനേതാവ് റിയാസ് മുക്കോളി, പുതുപ്പള്ളിയിൽ കോൺഗ്രസിൻ്റെ യുവനേതാവ് ചാണ്ടി ഉമ്മൻ എന്നിവരാണ്. തൃത്താലയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ യുവനേതാവായിട്ടുള്ള സന്ദീപ് വാര്യരായിരിക്കും. അതുപോലെ തന്നെ വർക്കലയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് BRM ഷഫീർ. അടുത്തത് ഹരിപ്പാടിൽ മത്സരിക്കുന്നത് രമേശ് ചെന്നിത്തല, പത്തനാപുരത്ത് മത്സരിക്കുന്നത് ജ്യോതികുമാർ ചാമക്കാല, തൃശ്ശൂരിൽ മത്സരിക്കുന്നത് TN പ്രതാപൻ, പാറശാലയിൽ മത്സരിക്കുന്നത് ആൻ സജിത റസൽ, ആലപ്പുഴയിൽ മത്സരിക്കുന്നത് എറണാകുളം DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് എന്നിവരായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവർ.